ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീട്ടിൽ നോമ്പ് തുറവയാണ്. അപ്പോൾ നോമ്പ് തുറവയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. ബിരിയാണിക്ക് ആവശ്യമായ ചിക്കനാണ്. അതിന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് സമൂസ ഉണ്ടാക്കും വേണം. 2 കിലോ ബിരിയാണി അരിയിലേക്ക് 3 കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അതിന് ശേഷം സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്തിരി ഉപ്പിട്ടിട്ട് ആവശ്യത്തിലുള്ള ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടോ. അപ്പോൾ കുറച്ച് ടൈം പിടിക്കുക തലേന്. അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കന് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. ചീത്തയായി പോകേണ്ട കരുതിയിട്ട് സമൂസ ഉണ്ടാക്കാൻ ആവശ്യമായ വല്യുള്ളി എടുത്തു. 6 വല്യുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടോ. ഞാൻ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചോപ്പ് ചെയ്തുകൊണ്ടാണ് എടുക്കാറ് കേട്ടോ. അത് അരിഞ്ഞുണ്ടാക്കുമ്പോൾ എങ്ങനെ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. ചോപ്പറിൽ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ കിട്ടും. ഇതാണ്ടോ നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ട് മിക്സിയിൽ ഞാൻ ചതച്ചിട്ടോ. ഓയിൽ ചൂടായതിന് ശേഷം വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പാത്രം അടച്ചു വെച്ചു. ഒന്നങ്ങോട്ട് ഉള്ളി വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടോ. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തു. ഞാൻ പിന്നെ ഓവർ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യലില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി ആഡ് ചെയ്തിട്ടോ. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യലില്ല. അതേപോലെ ചതച്ച് വെച്ച ചിക്കന് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടോ. ബിരിയാണിക്ക് ആവശ്യമായ ഉള്ളിലേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്താണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുടുക്ക വെച്ചു കേട്ടോ. ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി തുടർന്നും വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അരി നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം തിളച്ചതിന് ശേഷം ഞാനതിലേക്ക് അരി ഇട്ടു കേട്ടോ. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചെമ്പട്ടിയാണ് വെച്ചത് കേട്ടോ. ചെമ്പട്ടിക്ക് ഓയിൽ പാർന്നിട്ട് വല്യുള്ളി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, അതുപോലെ 4 തക്കാളിയൊക്കെ നല്ലോണം ഞാൻ വഴറ്റിയെടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ ചോറ് വെന്തു. ചോറ് ഊറ്റുകയാണ്. അതിൻ്റെ ഇടയിൽ മസാല ഞാൻ വഴറ്റുന്നുണ്ട് കേട്ടോ. മസാല നല്ലോണം വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് ചതച്ച പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് ആഡ് ചെയ്തു. നല്ലോണം പിന്നെ ഇളക്കി കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ നല്ലോണം ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടോ. അതിന് ശേഷം തൈര്, ആവശ്യത്തിനുള്ള തൈര് ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ നല്ലോണം ഇട്ടിട്ട് ഇളക്കിട്ടോ. ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, അതേപോലെ നാരങ്ങ നീര് ഒക്കെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഇളക്കി. പിന്നെ ഉള്ളി റോസ്റ്റ് ചെയ്ത് വെച്ചു. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഉള്ളി ഓയിലിലും
നെയ്യിലും പാടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ മസാല റെഡിയായതിന് ശേഷം ചട്ടിയിൽ നിന്ന് കുടുക്കയിലേക്ക് മാറ്റി മസാല, പിന്നെ ചോറ് ദമ്മിടുകയാണ് കേട്ടോ. ഹസ്ബൻഡ് ഉണ്ട് എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണി മസാല പൊടിച്ച് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഇട്ടു. റോസ്റ്റ് ചെയ്ത് വെച്ച് വലിയുള്ളിയൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ദമ്മ് വെച്ചിട്ടോ. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളമാണ് ദമ്മാക്കി വെക്കാറുള്ളത്. പിന്നെ അതിലേക്ക് ചള്ളാസ് ഉണ്ടാക്കി. ഇവിടെ ഞാൻ ചള്ളാസ് എന്നാണ് കേട്ടോ പറയാറ്. ബിരിയാണി ഒരു മണിക്കൂറിന് ശേഷം ബിരിയാണി പിന്നെ എന്ത് ചെയ്തു, കുത്തി റെഡിയാക്കി എടുത്തു വെച്ചു. തുറക്കുന്ന സമയത്ത് ഞാൻ അപ്പം പെട്ടെന്നാക്കി കഴിഞ്ഞാൽ ധൃതിയിലാവുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി. മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കൊരു തരി ഉണ്ടാക്കാം. തുറക്കാൻ സമയമായിരുന്നു കേട്ടോ. പെട്ടെന്ന് സാധനങ്ങളൊക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ചു. ഇപ്പം തന്നെ ബാങ്ക് കൊടുത്തു. ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. കുട്ടികളെല്ലാവരും പാടെ കൂടി നിസ്കരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം വിളമ്പി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.